ഓപ്പൺ നോമിനേഷനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ നോമിനേഷനായിട്ട് അനീഷ് വന്ന് സംസാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എൻ്റെ നോമിനേഷൻ അത് ആദിലയാണ്. ആദിലയെ പോലുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായത്. ഷാനവാസും നെവിനും കൂടി ഉണ്ടായ ഒരു വിഷയത്തിൽ ജഡ്ജ്മെൻ്റൽ നടത്താതെ ആദ്യമായി വന്ന് നെവിനെ താറടിക്കുന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആദിലയാണ്. ഒരിക്കലും നെവിനെ അങ്ങനെ താറടിക്കാൻ പാടില്ലായിരുന്നു. നെവിൻ പാതാളത്തോളം താഴ്ന്നു പോയ ഒരവസ്ഥയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ആദിലയെ സംബന്ധിച്ചിടത്തോളം ആദില ചെറുപ്പകാലം മുതലേ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് സമാനമായ ഒരു അനുഭവം മറ്റൊരാൾക്ക് സംഭവിച്ചപ്പോൾ കരുണ, ആർദ്രത ഇതൊക്കെ കാണിക്കേണ്ട സമയത്ത് നിരക്കാനാകാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ആതിരയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത്. എങ്കിൽ കൂടി ഗസ്റ്റ് വന്നപ്പം ഗസ്റ്റിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫ്ലിപ്പായ ഒരവസ്ഥയാണ് ആതിരയുടെ പിന്നീട് നമ്മളവിടെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലിപ്പായിട്ട് മാപ്പ് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് വരികയാണ് ഉണ്ടായത്. ആതിരയെ ഞാൻ ആദ്യം കണ്ടപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നത് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഗെയിമറായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ആദിലയാണ്. എൻ്റെ സെക്കൻഡ് നോമിനേഷൻ ലക്ഷ്മിയാണ്. കാരണം ബി ഹോട്ടൽ ടാസ്കിൽ തൻ്റെ അണ്ടറിലാണ് കുറച്ച് വർക്കേഴ്സ് വരുന്നത്. ആ വർക്കേഴ്സിന് കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കൊടുത്തില്ല, ഒരു ദിവസം വളരെ ലേറ്റായിട്ടാണ് കൊടുത്തത്. ഇതൊക്കെ ചെന്ന് നമ്മൾ പരാതി പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയാണ് ലക്ഷ്മി പെരുമാറിയത്. പിന്നെ ഇവിടെ വന്നവർ എൻ്റെ നോമിനേഷൻ പവർ എടുത്ത് കളഞ്ഞിരുന്നു. നോമിനേഷൻ പവർ പലരും, അതായത് ഇവിടെ വന്ന പലരും കളഞ്ഞിരുന്നു. അപ്പൊ അത് കിട്ടാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സ്റ്റാർ കിട്ടും എന്നുള്ള അതിനുവേണ്ടി ഞാൻ കഠിനമായിട്ട് മാന്യമായി ജോലി ചെയ്തിട്ട് വേതനമായി കിട്ടേണ്ടുന്ന എൻ്റെ സ്റ്റാറുകൾ തരാതിരിക്കുകയും ഇവിടെ വന്ന ഗസ്റ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സ്റ്റാർ തരാതിരുന്നാൽ എൻ്റെ നോമിനേഷൻ പവർ ഇല്ലാതാകുമെന്ന് പറയുകയും എന്നെ മാനസികമായി വിഷമിപ്പിക്കുകയും ഒരു വർക്കർ എന്ന നിലയിൽ ഞാൻ എൻ്റെ വിഷമം പറയാൻ ചെന്നപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ഒരു GM ആയിട്ടാണ് ലക്ഷ്മിയെ ഞാൻ കണ്ടത്. ആ ഒരു കാരണത്താലും പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോകുന്ന ഒരു GM ആയി അവതരിപ്പിച്ച ലക്ഷ്മിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ആദില, സെക്കൻഡ് നോമിനേഷൻ ലക്ഷ്മി.